ഇഡ്ഡലിപ്പൊടി ആർക്കാ ഉണ്ടാക്കണമെന്ന് അറിയോ? നമ്മുടെ അമ്മ മെസ്സില് നെന്മാറ ഹോംലി ഫുഡ് അത് നടത്തുന്ന ഷിബു എന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടി നെയ്യിട്ടതിനെ ഇങ്ങനെ രണ്ടിളക്ക് ഇങ്ങനെ 4-5 വിരൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിഡിലൻ എന്താ മണമ്മ. വെളിച്ചെണ്ണ ഇട്ട് ഇളക്കിയ പൊടി ഇതാ ഇങ്ങനെ ആക്കി അതും സൈഡാക്കുക. എന്നതിന് ശേഷം നല്ല മണ, ഉപ്പ് കറക്റ്റ്, നല്ല രുചി, എരിവും പുളിയും പാകത്തിന്. ഇനി നമ്മൾ പൊളിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. നമ്മൾക്ക് ഇന്ന് ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഇത് രണ്ടും പറയും. അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? ഇതാ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അരി, കറിവേപ്പില, കായപ്പൊടി, കുരുമുളക്, ജീരകം, വെള്ള ഉഴുന്ന്, ചെറുപയർ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഇഷ്ടം. പിന്നെ മുളക്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. കരിയാതെ വൃത്തിയായിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ തുടങ്ങാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം, നന്നായി മൊരിയണം. ഇതാ കണ്ടില്ല, ബ്രൗൺ കളറായിരിക്കുന്നു. എന്നാൽ ഒരുപാട് കരിയാനും പാടില്ല. ഇങ്ങനെ വൃത്തിയായിട്ട് വേണ്ട. നമ്മൾക്കിനി അരി വറുക്കാം. കുറച്ചായിട്ട് വറുത്തെടുക്കാം. നമ്മൾ പുഴുങ്ങലരിയാണ് ഇഡ്ഡലിപ്പൊടിക്ക് വറുക്കിടുന്നത്. അരി നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള അരി കൂടി വറുത്തെടുക്കട്ടെ കേട്ടാ. ഈ ഇഡ്ഡലിപ്പൊടി ആർക്കാ ഉണ്ടാക്കണമെന്ന് അറിയോ? നമ്മുടെ അമ്മ മെസ്സില് നെന്മാറ ഹോംലി ഫുഡ് അത് നടത്തുന്ന ഷിബു എന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി കുറച്ച് കായപ്പൊടി വറുക്കാം നമുക്ക്. ഇനി നമ്മൾക്ക് ഈ കല്ലുപ്പ് വറുക്കാം. ഈ കല്ലുപ്പ് എന്തിനാണ് വറുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പച്ചക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇഡ്ഡലിപ്പൊടി പൂപ്പൽ വരും പെട്ടെന്ന്. ഇതങ്ങനെയല്ല, 2 വർഷം 3 വർഷമൊക്കെ നമ്മൾക്ക് ഈ ഇഡ്ഡലിപ്പൊടി ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുക്കുന്ന സമയത്ത് ഒരു പെട്ടപ്പെട്ടാന്നൊരു സൗണ്ട് വരും. അതുവരെ നമ്മൾ നന്നായി വറുക്കണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടണം. ഉപ്പ് നന്നായി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ആറണം. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി സെറ്റ് ഇല്ലമ്മ, അത് കലക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് കഴിക്കണ്ടേ? സൂപ്പർ ആയിരിക്കും. പിന്നെ എന്തിന്റെയൊക്കെ കൂടെ കഴിക്കുന്നത്
കഞ്ഞി, പിന്നെ നമ്മുടെ പഴഞ്ചോറ് അല്ലെങ്കിൽ പഴങ്കഞ്ഞി, വെള്ളച്ചോറ് ഇതൊക്കെ പറയും. അതിന്റെ കൂടെ നമ്മൾക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇഡ്ഡലി ഇതാ നല്ല ആവി പറക്കുന്നുണ്ട്. തുറക്കണമോ നോക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതാ സുധാ മഴമേഘത്തിൻ്റെ പൂ പോലുള്ള ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അത് എങ്ങനെയല്ലേ, നമ്മൾ ഇതിൻ്റെ ഒരു 1-2 സ്പൂൺ ഒരു ചെറിയ പാത്രത്തിലെടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് ചാലിച്ചിട്ട് അത് പഴങ്കഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ അടിച്ചാ വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പം നമുക്ക് ഈ പൂ പോലുള്ള ഇഡ്ഡലിയും പുതിയ ഇഡ്ഡലി പൊടിയും അല്ലെങ്കിൽ ചമ്മന്തി പൊടിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലോ? അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, സുധാ മഴമേഘത്തിൻ്റെ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി ഇവിടെ സെറ്റാണ്. ഇനി ബാക്കി കുറച്ചുകൂടെ ഇവിടെ പൊടിക്കാനുള്ള സെറ്റപ്പ് അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ പൂ പോലുള്ള ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കുക എന്നുള്ള ടെക്നിക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മ ചമ്മന്തിപ്പൊടി ഇടിനമ്മ. കലക്കി ഇങ്ങനെ ഇടുക. ഓക്കെ, ഇങ്ങനെ ഇട്ടതിന് ശേഷം രണ്ടിലും ഓരോ കുഴി. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താ 2 ഭാഗത്ത് ഇട്ടിരിക്കണമെന്ന്, അതിൻ്റെ ടെക്നിക്സ് പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. ആദ്യത്തെ കുഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ. സൂപ്പർ. അടുത്തതിൽ എന്താ ഇടാൻ പോകുന്നത്? നെയ്യ്. വാവ്, സൂപ്പർ. അടുത്തതിൽ നെയ്യ്. കലക്കും, പൊളിക്കും. അപ്പോൾ ഈ പൊടി നെയ്യ് ഇട്ടതിനെ ഇങ്ങനെ 2 ഇളക്ക്. ഇതെങ്ങനെ 4-5 വിരൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിഡിലൻ. എന്താ മണമ്മ, സൂപ്പർ. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം അടുത്തത് എന്താ? വെളിച്ചെണ്ണ അല്ലമ്മ. വെളിച്ചെണ്ണ ഇട്ട് ഇളക്കിയ പൊടി ഇതാ ഇങ്ങനെ ആക്കി അതും സൈഡാക്കുക. എന്നതിന് ശേഷം അതെ, ഇനി പൂ പോലുള്ള ഇഡ്ഡലി അത് അമ്മ ഇട്ട് തരും. അപ്പോൾ പൂ പോലുള്ള ഇഡ്ഡലിയും ഇഡ്ഡലിപ്പൊടിയും ഓക്കെ, അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയും കൂട്ടി ഞാൻ അടിക്കാൻ പോകണം. അപ്പോൾ ഈ കയ്യിൽ വന്നതിനേക്കാൾ ഇതെങ്ങനെ തേച്ച് കൊടുക്കുക. അടിപൊളിയല്ലേ ഇങ്ങനെ? എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വായിലിട്ടിട്ട് അങ്ങോട്ട് തകർക്കുക. അപ്പോൾ സുധാ മഴമേഘം സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമല്ലേ, നിങ്ങൾ കണ്ടില്ലേ ഉണ്ടാക്കുന്നത്. വറുക്കുന്നു, പൊടിക്കുന്നു, അത്രേ ഉള്ളൂ. അമ്മ അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത് നമ്മുടെ ഷിബുവിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അല്ലേ? നെന്മാറയിലെ അമ്മാസ് ഹോംലി മെസ്സിന്റെ മുതലാളി ഷിബുവിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഷിബു വന്നാൽ എനിക്ക് ഈ സാധനം കൊണ്ടുപോവാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ സുധാ മഴമേഘം എന്ന യൂട്യൂബ് ചാനലിൽ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇട്ടോളൂ.